ഗേൾസ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പ്ലാൻ ചെയ്താൽ സംഭവിക്കാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് അത് മുടങ്ങി പോകാറാണ് പതിവ്. ഇന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുന്നൊരു ദിവസമായിരുന്നു. ഡ്യൂട്ടിയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ടയേർഡായിരുന്നെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് ആഗ്രഹമുള്ള ഒരു ദിവസം. ചിപ്പിയാണെങ്കിൽ കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നു, ചേച്ചി നമുക്ക് എവിടെയെങ്കിലും ഡ്രൈവിന് പോകാം, നമുക്ക് പുറത്തൊക്കെ പോകണം, ഇങ്ങനെ വീട്ടിൽ മാത്രം ഇരുന്നാൽ പോരാ, അങ്ങനെയൊക്കെ. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സോളോ ട്രിപ്പ് അങ്ങനെയൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഫൈനലി ഐ മേഡ് മൈ മൈൻഡ് ടു ഗോ ഔട്ട്. അങ്ങനെ ചിപ്പിനെ വിളിച്ചു, അവളെ റെഡിയാക്കി സെറ്റാക്കി. അവൾ റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ റെഡിയായിട്ട് നിന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സെർച്ച് ചെയ്ത് എവിടെയാണ് പോവുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയതാണ് ട്രോട്ട് ബീച്ച്. ഇത് ക്ലാരൻ ബ്രിഡ്ജാണ് സ്ഥലം. നമ്മൾ അയർലൻഡിൽ എവിടെ പോയാലും ഈ നമ്മൾ പോകുന്ന വഴികളൊക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. നല്ല അടിപൊളി ഒരു ബീച്ച്, നല്ല നീല കളർ വെള്ളമൊക്കെ ആയിട്ട്. നമ്മൾ കുറേ റീലുകളൊക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, നമ്മൾ കൂടുതലും എൻജോയ് ചെയ്യുക ചെയ്തത്. കൂടുതലും റീലായിട്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ചെന്നപ്പോൾ നല്ല സണ്ണി ഡേ ആയിരുന്നു. പക്ഷെ കടൽ തീരം ആയതുകൊണ്ട് തന്നെ ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു പന്ന തണുപ്പൊന്നും അല്ലായിരുന്നു. ചിപ്സ് കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു റീലെടുക്കാനുള്ളത്. പക്ഷേ നമ്മൾ അത് ചെയ്തു വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയിപ്പോയി. പക്ഷേ അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ശരിക്കും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്നും കൂടെ ആ സ്ഥലത്ത് പോകണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ എനിക്ക് ഇപ്പോൾ ഒരു മനസ്സിലൊരു തോന്നൽ വരിക. ശരിക്കും നമ്മളൊരു സ്ഥലത്ത് പോയി കഴിയുമ്പം ആ സ്ഥലം വലിയ രസമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയാണ് സാധാരണ എനിക്ക് തോന്നാറ്. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് വീണ്ടും ആ സ്ഥലത്ത് പോകണം, അങ്ങനെയൊക്കെ വീണ്ടും എന്താ പറയുക, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരിക. ശരിക്കും ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും ഞങ്ങളെ നോക്കുന്ന പോലും ഞങ്ങൾക്കൊരു എന്താ പറയുക, ബോധേഡ് അല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പറയായിരുന്നു, പണ്ടത്തെ ഞങ്ങളായിരുന്നെങ്കിൽ, ഞാനാണെങ്കിലും അവളാണെങ്കിലും ചിലപ്പം മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നോർത്ത് നമ്മൾ ചിലപ്പം അടങ്ങി ഒതുങ്ങി അങ്ങനെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരായിരുന്നേനെ പണ്ടൊക്കെ ഉള്ള ആൾക്കാരും. ഈ പണ്ട് ഞങ്ങളുടെ ചിന്തയും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പം അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്, മറ്റുള്ളവരെന്ത് ചിന്തിച്ചാൽ നമുക്ക് എന്താ അങ്ങനെ. പക്ഷെ മറ്റുള്ളവർക്ക് നമ്മളൊരു ഉപദ്രവം ആവാനും പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു 3 മണിക്കൂറോളം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടുന്ന് നേരെ ഓറൻമോർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാന്. അവിടെ ഇങ്ങനെ എന്താ പറയുക, ഇന്ത്യൻ ഹോട്ടൽസൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ചിപ്പി പറഞ്ഞു, നമ്മളെപ്പോഴും വീട്ടിൽ ഇന്ത്യൻ ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി പിടിച്ചാലോ എന്ന്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഐറിഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ ബൈ ദ ടൈം നമ്മൾ ചെന്നപ്പോഴത്തേനും അതെല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്നിട്ട് പിന്നെ അപ്പാച്ചിയിൽ കയറി ഫ്രൈസ് കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു. നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അവിടെ ഒരു കാസിലുണ്ടായിരുന്നു. ആ കാസിലിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.